ഇവിടെ വന്നിട്ടേ ഞാൻ എന്തെങ്കിലും ഒന്ന് കഴിച്ചില്ല എന്ന് കണ്ട അത് ഭാസ്കറിനൊരു പ്രയാസം. ആവശ്യമില്ലാത്ത ഒരു വിഷയം ഇട്ട് കൊടുക്കരുത്, അതുമ്മേ പിടിച്ച് കേറൂന്ന്. എന്താ മോള് പറഞ്ഞേ? അല്ല, ചായയുടെ കൂടെ കടിക്കാൻ എന്തെങ്കിലും എടുക്കണോന്ന് ചോദിക്കായിരുന്നു. ഉണ്ടെങ്കി മതി, ഇല്ലെങ്കി വേണ്ട. ഉണ്ടെങ്കി എടുത്തോ. ഭാഗ്യം ഇവിടെ ഒന്നും ഇല്ല. ഒന്നാമത്തെ ഞാൻ അങ്ങനെയൊന്നും ഈ പുറത്തുനിന്നുള്ള ഒരു തരം പലഹാരവും കഴിക്കാറില്ല. എങ്ങനെ ഇപ്പൊ കഴിക്കുക? ഈ ബേക്കറി സാധനങ്ങൾ എന്ന് പറഞ്ഞ സകല അസുഖങ്ങളും ഉണ്ടാക്കും ഇപ്പൊ ഈ എണ്ണ പലഹാരങ്ങള് എണ്ണയൊന്നും അല്ലാത്ര ഇപ്പോഴേ ഇപ്പൊ വറക്കണതൊക്കെ വേറെ എന്തോ സാധനത്തിലൊക്കെയാന്നാ പറയണത്. ക്രൂഡ് ഓയിലോ എന്തൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ ആൾക്കാർ. അതുകൊണ്ടൊക്കെയാണ് ഇപ്പൊ പലഹാരം ഉണ്ടാക്കണത്. അതെ, ഒരു നിമിഷം. ഓഫീസിൽ ബിജുലാലെ ഇറങ്ങി നിൽക്കുക വരാനായിട്ട് ഓഫീസിലേക്ക്. അല്ല, അപ്പോഴേക്ക് നമ്മുടെ ഒരു അമ്മാവനല്ല, നമ്മുടെ വേണ്ടപ്പെട്ട ഒരു അമ്മാവൻ കല്യാണം വിളിക്കാനായിട്ട് വന്നേ. കല്യാണം വിളിച്ചു കഴിഞ്ഞു. ഞങ്ങൾ ഒരുമിച്ച് ഇപ്പം അങ്ങോട്ട് ഇറങ്ങും. ഒരുമിച്ച് ഇറങ്ങുവാണ്. അവരും ഇറങ്ങി, ഞങ്ങളും ഇറങ്ങി. ദേ വരുന്നു. ഓക്കെ. ഓഫീസ് ഓഫീസിൽ കൂടെ സഹപ്രവർത്തനാണ്. അപ്പൊ അവര് ഓഫീസിൽ എത്ര പേരുണ്ട്? 8-10 പേരുണ്ട്. അവരെ വിളിക്കണ്ടേ? അതൊന്നും വേണ്ട. അത് പറ്റില്ല. ഓഫീസിലുള്ള 8 പേരെയും അമ്മാവൻ കല്യാണത്തിന് ക്ഷണിച്ചു തന്നെ പറയണം. അവരെങ്ങാനും നിന്നോട് ചോദിക്കാണ് അമ്മാവന്റെ വീട്ടിൽ കല്യാണം ഉണ്ടായിട്ടല്ല ഞങ്ങളോട് പറയാനൊന്നൊരു ചോദ്യം ചോദിച്ചാൽ അതിന്റെ മാനക്കേടും നാണക്കേടും ആർക്കാ? എനിക്കും ഭാസ്കരനാ, അല്ലാതെ നിങ്ങൾക്ക് ആർക്കും അല്ല. മനസ്സിലാവുണ്ടോ? അപ്പോ നമ്മളെന്താ പറഞ്ഞത്? ആ കല്യാണം എന്നാ പിന്നെ ആ ഓഫീസിലുള്ളവർക്കും കൂടി അവരോട് പറയണം കേട്ടോ. ഇതൊരു കാർഡ് മതി, ഞാൻ അവരെല്ലാരും കൊടുത്തോളാം. ആ കാർഡ് നീ നോക്കിയോ? ആ കാർഡ് അടിച്ചാരറിയോ? ആരടിച്ചതറിയോ? എഴുതിയതറിയോ? ആരായാലും കുമാരഭാഷ എഴുതിയ ആരാ കുമാരഭാഷ? പറയും. ഇംഗ്ലീഷ് ഭാഷ, മലയാളം ഭാഷ കുമാരഭാഷ. അവ കല്യാണം പറയട്ടെ. അപ്പോ ജനുവരി മാസം എന്താ ജനുവരി മാസം തെരഞ്ഞെടുക്കാനുള്ള കാരണം? അതെല്ലോ വീണതല്ല, ഞാൻ വെച്ചതാണ്. ഞാൻ പറഞ്ഞില്ലടാ, അതവിടെ വെക്കാൻ മുമ്പ് തന്നെ പറഞ്ഞില്ലേ, തോള് കടയില്ലേ. ജനുവരി മാസം വെക്കാൻ ഒരു കാര്യം പോലെ എന്താ വെച്ചാൽ ജനുവരി ഒരു ഓർമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ കണ്ടോ നിങ്ങള്? കണ്ടോ? ആരാതിലത്തെ നായകൻ? ആരാ പറയും? ആരാതിലത്തെ നായകൻ? ഞാൻ കണ്ടില്ല, കാണാൻ പോയി അപ്പൊ ഈ ജനുവരി ഒരു ഓർമ്മ എന്നുള്ള സിനിമ കാണാൻ ഞാൻ ഇരിക്കുമ്പോ എന്റെ പുറകിൽ ഒരു കാല് വന്നിട്ട് ചവിട്ട. ആരാടാന്ന് ഞാൻ ചോദിച്ചപ്പോ എന്റെ അച്ഛൻ ഭാസ്കരനാ. ഒരടി, ഞങ്ങള് തമ്മിൽ ചെറിയൊരു തർക്കം, ഒരടി. ആ അടിക്ക് ശേഷം ഞങ്ങളുടെ ഈ ബന്ധം ഇത്രയും കാലം ഇങ്ങനെ തുടർന്നു പോയത് ഭാസ്കരൻ കൂടി ഉണ്ടായിരുന്നു. അതെ, കല്യാണം വിളിച്ചു, ഞങ്ങള് സ്വീകരിച്ചു, നമുക്ക് ഇറങ്ങാൻ. ഞാൻ ചായ ബാക്കിയിരിക്കുന്നു, അത് കുടിക്കട്ടെ. ഒരു സാധനം ഇവിടുന്ന് തന്നിട്ട് അത് പൂർത്തീകരിക്കണം. ഈ കല്യാണം വിളിച്ചു ഓഫീസിലൊക്കെ പോയി കല്യാണം ഇറങ്ങാല്ലേ? പൂട്ടിക്കോ. അല്ല, കപ്പങ്ങകത്ത് വെച്ച് പൂട്ടിക്കോ. അതെ. അപ്പൊ വരട്ടെ വന്നിട്ടല്ലേ അവരല്ലേ കേൾക്കണ്ട, അല്ലാതെ നമ്മള് തമ്മിൽ പറഞ്ഞേ. പോയിട്ട് എനിക്ക് ഓഫീസിലുള്ളവരെ കല്യാണം വിളിക്കണേ, എല്ലാരും കൂടെ നമുക്കൊക്കെ ഇറങ്ങാം. അപ്പൊ ഞങ്ങളുടെ ഇറങ്ങാം. ഹെൽമെറ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാ എന്താ ഹെൽമെറ്റ് ഹെൽമെറ്റ് വേണം. അതെ അതെ, നിങ്ങൾ ഇങ്ങനെ കല്യാണം വിളിക്കണമെങ്കിൽ ഒരു 5-6 മാസം മുമ്പേ തുടങ്ങാനുള്ളായിരുന്നു. ഞാൻ പറഞ്ഞത് അവരോട് 5-6 മാസം മുമ്പ് തുടങ്ങണം. പിന്നെ 6 മാസം എന്താണ് പഞ്ചിങ് ആയതുകൊണ്ടേ പഞ്ചിങ്ങിന് കൊടുക്കും. എന്തിന്റെ എന്താ സാധനം? അല്ലാതെ ഓഫീസിൽ പഞ്ചിങ് ആണ് ഇപ്പൊ. അത് പഞ്ചിങ്ങിന് പറ്റിയ ഏറ്റവും നല്ല ആളാരാച്ചുണ്ടോ പഞ്ചിങ്ങിന്? നിങ്ങൾ രണ്ടുപേരും അകത്ത് കയറിയിരിക്കും. ഞങ്ങൾക്ക് എത്ര സ്ഥലം വിളിക്കാനുള്ളതെന്നറിയോ? എവിടെന്നാ വാങ്ങിയത് ഈ ടീപ്പോയി? അത് എപ്പോഴോ മേടിച്ചതാ. എടാ ടീപ്പോയി പറഞ്ഞ അവിടെ മേടിക്കണം എന്ന് പറഞ്ഞില്ലേ? അവിടെ 2 ചയറ് വെറുതെ കിടക്കില്ല, കല്യാണല്ലേ. അപ്പൊ അവര് അങ്ങനെ യാത്ര അല്ലേ.
അപ്പൊ നിങ്ങൾ പോവാ അല്ലേ? വേഗം പോ വേഗം പോ. ഓ എങ്ങനെ ഓരോ അപ്പൊ അവരും പോയി അല്ലേ? എന്താ നമ്മളുടെ സമയം ഇനി കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അവരാ ഇറങ്ങി പോയത്. കണ്ടോ? അങ്ങനെയാ വേണ്ടത് ചെറുപ്പക്കാരെ. പക്ഷെ അങ്ങോട്ട് കല്യാണം വിളിച്ച കാരണം കാര്യങ്ങൾ ശരിക്കും അങ്ങോട്ട് പറയാൻ പറ്റിയില്ലോ എന്നൊരു വിഷമം എനിക്ക്. എന്താണ് സാറേ സമയമായി? അല്ല, എന്തിനപ്പ അങ്ങനെ ഓടിപ്പടച്ച് വന്നത്? ഇനി സമയമുണ്ടല്ലോ ബാക്കി 5 മിനിറ്റ് കൂടെ. ഓ എന്റെ മൊബൈലിൽ 10 ആ അത് ഫാസ്റ്റ് ആയിരിക്കും. വെറുതെ ഓടി. എന്റെ പൊന്നു സാറേ, ഈ 4-5 ദിവസം കൊണ്ട് എന്നെ മടുത്തിട്ടാ. ഇമാര് ഓട്ടോ ആണെങ്കിൽ ഞാൻ താമസിയാതെ മരിച്ചോ? ശരിയാ, ഞാൻ രാവിലെ 4 മണിക്ക് എണീച്ചിട്ടാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ തീർത്തത്. ഇങ്ങനെ പോയ കാര്യങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടാവട്ടോ. ഒരു കറവുകാരനെ ഏൽപ്പിച്ച് അവൻ ഇന്നലെയും വന്നില്ല, മിനിഞ്ഞാന്നും വന്നില്ല. ഈ പശുക്കളൊക്കെ വെക്കേണ്ടി വരും. ഇതിപ്പോ നമ്മുടെ കാര്യം മാത്രമൊന്നുമല്ല സാറേ, എല്ലാ സർക്കാർ ഓഫീസിലെ സ്ഥിതി ഇതാണ്. എല്ലാ ഉദ്യോഗസ്ഥന്മാരും കുടുങ്ങി. ഇപ്പൊ എല്ലാരും ഇല്ലേ ഈ പിന്നെ കൂട്ടിലിട്ട കിളികളെ പോലെയാണ്. അതാരാ? ഹലോ ഹലോ, ആരാത്? എന്താ ഉണ്ണി സാറേ ഇത്? ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് അത്രയല്ലോ. നമ്മളെ പഞ്ചിങ് മിഷനിലെ നമ്മ വിരലമർത്തിട്ടെങ്കിലേ അറ്റൻഡൻസ് കിട്ടൂല, കൃത്യമായിട്ട് ശമ്പളം കിട്ടൂല. അപ്പം വീട്ടിലത്തെ കാര്യം ആകെ താറുമാറായി. എന്താ വീട്ടിൽ പ്രശ്നം? എന്റെ സാറെ, കൃത്യമായിട്ട് നമ്മ ഒരു 900 തേങ്ങ ഇടുന്നതാണ് കഴിഞ്ഞ സീസണില്. ഈ പ്രാവശ്യം 350 നോക്കുന്നില്ല. ഇനി തൈത്തം തുറക്കണ്ടേ, വളവിടണ്ടേ, ഇതെല്ലാം അരിയുണ്ട്. അത് ശരി. അപ്പൊ പഞ്ച് ചെയ്തിട്ട് നേരെ ഇവിടെ ജോലിക്ക് നിൽക്കില്ല, നേരെ തെങ്ങൻ തോട്ടം നേരാക്കാൻ പോവാണ്. ഒരു 5-6 ദിവസം അഡ്ജസ്റ്റ്മെന്റ്. അപ്പൊ ഈ സമയത്ത് വളവിട്ടിട്ടെങ്കിൽ ഒരു കാര്യമില്ല കേട്ടോ സാറേ. പിന്നെ കഴിഞ്ഞ വർഷം കർഷകശ്രീ അവാർഡ് ജസ്റ്റ് മിസ്സായി പോയി. ഇപ്രാവശ്യം പിടിക്കും. അപ്പൊ ആരെങ്കിലും പറഞ്ഞാലും ഞാൻ ഇടുണ്ട് തന്നെ പറയണം. അതെ, വൈകിട്ട് പഞ്ച് ചെയ്യാൻ വരില്ലേ? വൈകുന്നേരം വരും. 5 മണിക്ക് വന്നിട്ട് ഇതുപോലെ ചെയ്യും. വരുമ്പോ ഒരു 10 തേങ്ങ പൊളിച്ചതായിരിക്കും. 10 സുഖ സാറും. എന്താ എന്റെ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റൂലേ? വേണോ? പറഞ്ഞാ മതിയല്ലോ, കൊണ്ടുതരുമല്ലോ. ഞാൻ വീട്ടിലേക്ക് എത്തിച്ചാ പോരെ? അതുകൊണ്ടാ ഇങ്ങോട്ട് കൊണ്ടുവന്നാ മതി. ഇങ്ങോട്ട് കൊണ്ടുവന്നാ എനിക്ക് വേണം തേങ്ങ വേണം. ശരി. അപ്പൊ സാറേ, നമുക്ക് ഇതുപോലെ ചെയ്തൂടെ? എങ്ങനെ? രാവിലെ 10 മണിക്ക് വന്ന് പഞ്ച് ചെയ്തിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിക്കുക, അത് കഴിഞ്ഞിട്ട് വൈകിട്ട് വന്ന് ആ പഞ്ച് ഔട്ട് ചെയ്താ പോരെ? മതിയല്ലോ. ആണാ? പിന്നെന്താ? അയ്യോ നോക്ക്. അതെ, എല്ലാ സർക്കാർ ഓഫീസുകളിലും ഇതുപോലുള്ള ചില ബിരുദന്മാരുണ്ട്. അവരെ കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് സ്ക്വാഡിനെ വെച്ചിട്ടുണ്ട് ഇപ്പൊ. അയ്യോ. എങ്ങാനും സ്ക്വാഡുകാർ വന്ന് പരിശോധിക്കുമ്പോ പഞ്ച് ചെയ്തിട്ടുള്ള ആളുകൾ അത്രയും ഓഫീസിൽ കണ്ടില്ലെങ്കിൽ എന്തുണ്ടാവും? എന്തുണ്ടാവുക? ജോലി അങ്ങോട്ട് പോവും. അപ്പൊ ഇപ്പൊ സ്ക്വാഡ് വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ണി സാറിന്റെ ജോലി പോലെ പോവും. അപ്പൊ എന്താ പറയാഞ്ഞേ? അതിലിപ്പോ ഉണ്ണിസാറിന് ഇപ്പൊ ഈ ജോലിയൊന്നും കിട്ടിയിട്ട് വേണ്ടല്ലോ, കണ്ടമാനം സ്വത്തുണ്ടല്ലോ. അതുപോലെയാണ് നമ്മള്. എന്തായാലും സാറേ, ഈ മെഷീൻ ഇവിടെ ഇരിക്കുന്നിടത്തോളം കാലം നമ്മൾ നരകിച്ച് ചാവുള്ളൂ. എന്താ പിന്നെ ചെയ്യ നമ്മള്? എന്തെങ്കിലും ഒരു ഐഡിയ കണ്ടുപിടിച്ച പറ്റൂട്ടാ. നോക്കാം. ആരോടൊന്ന് ചോദിക്കുക. നിന്റെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇത് ഒരു പരിസാവല്ല ഈ വീഡിയോ ഇതാക്കാൻ ചേട്ടാ പറഞ്ഞു. ഞാൻ പിന്നെ വിളിക്കാം, ഒരു മിനിറ്റ്. ചേട്ടന്റെ വീട് ഇവിടെ തന്നെയാണ്? ഇവിടെ തന്നെ. മൊയ്തു എന്ന് പറയുന്ന ഒരാളറിയോ? മൊയ്തുവാ? ഓ, ഈ ഇലക്ട്രോണിക്സ് സാധനങ്ങളൊക്കെ റിപ്പയർ ചെയ്യുന്ന മൊയ്തു. ഓ, നമ്മള് മെക്കാനിക്ക് മൊയ്തു. അവന്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. ഇവിടുന്ന് അടുത്തോട്ട് പോയിട്ട് കുറച്ചങ്ങോട്ട് നടന്നാൽ, ഏകദേശം ഒരു പറലൊന്ന് നടന്നാല്
ഓന്റെ ആ ഗോഡൗൺ കാണും. അവിടെ ആഖരി സാധനങ്ങളെല്ലാം കൂട്ടിയിട്ടുണ്ട്. നല്ല ആളാ. ഏത് സാധനം നന്നാക്കും. നമസ്കാരം. നമസ്കാരം. മൊയ്തു സാറല്ലേ? മൊയ്തു സാറല്ല, മെക്കാനിക് മൊയ്തു. മൊയ്തുക്കേനെ കാണാൻ തന്നെ. കുത്തിരിക്കി. എന്താ വിഷയം? അല്ല ഈ ഇലക്ട്രോണിക്കിന്റെ സാധനങ്ങളൊക്കെ നേരാക്കുന്നതൊക്കെയല്ലേ? ഭൂമിന്റെ താഴത്തുള്ള എന്ത് സാധനവും നമ്മൾ റിപ്പയർ ചെയ്ത് കൊടുക്കും. അത് പാപ്പായിട്ട് തുടങ്ങി വെച്ച സ്ഥാപനമാണേ. അപ്പൊ നമ്മളിങ്ങനെ കൊണ്ടു നടക്കുക. നിങ്ങൾക്ക് എന്താ നന്നാക്കാനുള്ളത്? ഞങ്ങൾക്ക് വേറെ ആരും ഇല്ലല്ലോ. ഇല്ല, ഇവിടെ ഇപ്പൊ ഞങ്ങൾ രണ്ടാൾ മാത്രമേ ഉള്ളൂ. ഈ നമ്മളെ സഹായിയാണ്. അല്ല, അത് എന്താ വെച്ചാൽ അതീവ രഹസ്യമായിട്ട് ചെയ്യേണ്ട ഒരു സംഗതിയാണ്. അതുകൊണ്ടാണ്. പറ കേക്കട്ടെ. നമുക്കൊരു കാര്യം ശരിയാക്കാനുണ്ട്. ശരിയാക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ ശരിയാക്കാനല്ല, ശരിയാക്കിയിട്ട് കേടുവരുത്തണം. അല്ല, കേടുവരുത്തിയിട്ട് ശരിയാക്കണം. എന്തൊക്കെയാ നിങ്ങൾ പറയണത്? അല്ല അതെന്താ അറിയോ, ഈ ഇലക്ട്രോണിക്സിന്റെ ഉപകരണം കുത്തിപ്പൊളിച്ച് നാശാക്കരുത്. കണ്ടു കഴിഞ്ഞാൽ കുഴപ്പമൊന്നും ഉണ്ടാവരുത്. പക്ഷെ അതിന്റെ പ്രവർത്തനം നിലപ്പിക്കണം. ഓ അങ്ങനെ സംഭവം മയ്യത്താക്കണോ? അനങ്ങരുത്. വർക്ക് ചെയ്ത് സംഭവം മനസ്സിലായി. സാധനം അടിക്കും. അല്ല, സാധനം ഇപ്പൊ കൊണ്ടുവന്നിട്ടില്ല. അല്ല അത് കൊണ്ടുവരാൻ പറ്റില്ല, അവിടെ വന്ന് കേടാക്കണം. ശരി. ഇതെവിടെ ഞങ്ങൾ ഓഫീസ്? പാപ്പനംകോട്. പാപ്പനംകോട് ഏത് സർക്കാർ ഓഫീസാണിത്? സർക്കാർ ഓഫീസാണ്. എങ്ങനെ കാരണം മനസ്സിലായി? കാളവാലം എന്ന് വെച്ചാൽ അറിയില്ലേ, പാത്താനാന്ന് അല്ലേ നമ്മുടെ നാട്ടിലെ പ്രയോഗ. ഒരു കാര്യം ഞാൻ ആദ്യമായിട്ട് പറയാം. പഞ്ചമിഷൻ കേടാക്കണമെങ്കിൽ ചാർജ് കൂടുതലാണ്. പഞ്ചമിഷനാണ്. നമുക്ക് മനസ്സിലായി, ചാർജ് കൂടുതലാ. അതെങ്ങനെ മനസ്സിലായി? എങ്ങനെ മനസ്സിലായി എന്നൊക്കെ ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. പക്ഷെ അത് അതീവ രഹസ്യമായിരിക്കണം. നാലാമതൊരാൾ ഇത് അറിയരുത്. നാലാമതൊരാൾ അറിഞ്ഞല്ലോ. അയാൾ നിങ്ങൾ കണക്കാക്കണ്ട, അത് കണക്കപ്പെടില്ല. കുഴപ്പമില്ല, വേറെ ആരോടും പറയരുത്. അതായത് ഇതേ കാര്യമായിട്ട് ഇന്നലെ ഇവിടെ കൃഷി വകുപ്പിൽ ഒരു സസ്യേട്ടം വന്നിരുന്നു പഞ്ചമിസം കേടാക്കാൻ. അയാൾ പോയി ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ സിവിൽ സ്റ്റേഷനിൽ നിന്ന് മാത്യു എന്ന് പറഞ്ഞ ഒരാൾ വന്നു. അയാൾ ഉദ്ദേശവും തന്നെ. പിന്നെ അങ്ങോട്ട് കോളിന്റെ കളിയാണ്. എത്ര സർക്കാർ ഓഫീസിൽ നിന്ന് കോള് വരണമെന്ന് അറിയോ? ഇത് കേടാക്കി കൊടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ അവസാനം മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ്. ഇതേ മൊയ്തു സാറ്, മൊയ്തു മെക്കാനിക്. ഞാനിവിടെ സർവേ ഓഫീസിൽ നിന്ന് വരികയാണേ. ഞങ്ങളുടെ ഓഫീസിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇലക്ട്രോണിക്സ് ഉപകരണമുണ്ട്. അതൊന്ന് കേടാക്കി തരാമോ? ഹായ് പ്രിയപ്പെട്ടവരെ, നമസ്കാരം. സലീമാണ്, മറിമായത്തിലെ പാരിജാതൻ. പ്രേക്ഷകരുടെ ഇഷ്ട പ്രോഗ്രാമായ മറിമായത്തിന്റെ തുടക്കം മുതൽ ഇന്നേ വരെയുള്ള എപ്പിസോഡുകൾ നിങ്ങൾക്കിനി മനോരമ മാക്സിൽ തീർത്തും സൗജന്യമായി കാണാം. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. മറിമായം.